ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ SSC MTS എക്സാമിൻ്റെ ഷിഫ്റ്റ് അനാലിസിസ് സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആണ് കേട്ടോ. നമുക്കിന്ന് 12th ഫെബ്രുവരി ഫസ്റ്റ് ഷിഫ്റ്റ് അനാലിസിസ് വീഡിയോ ആണ്. ഓക്കെ, ഞാൻ എൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അപ്കമിങ് എക്സാംസിന് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ എനിവേസ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് the devotional music Padavali Kirtan ഏതാണ് പദാവലി കീർത്തൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് പദാവലി കീർത്തൻ എന്ന ഡിവോഷണൽ മ്യൂസിക് വരുന്ന? പദാവലി കീർത്തൻ വെസ്റ്റ് ബംഗാളാണ് കേട്ടോ. വെസ്റ്റ് ബംഗാളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് പദാവലി കീർത്തൻ എന്ന് പറയുന്ന എന്താ പറയുക ഡിവോഷണൽ സോങ്സ് വരുന്നത്. ആൻഡ് ഈ പദാവലി കീർത്തനിൽ വരുന്നത് രാധാകൃഷ്ണ സ്റ്റോറീസ് ആണ്. ആരുടെ സ്റ്റോറീസ് ആണ്? കൃഷ്ണന്റെയും രാധയുടെയും സ്റ്റോറീസ് ആണ് ഈ പദാവലി കീർത്തനിൽ വരുന്നത്. ആൻഡ് ഇത് എഴുതിയേക്കുന്നത് ആരാണ്? വൈഷ്ണവ പോയിറ്റ്സ് ആണ്. ഹു ആർ ഓൾസോ നോൺ ആസ് പദകർത്താസ്. പദകർത്താസ് എന്നറിയപ്പെടുന്ന വൈഷ്ണവ പോയിറ്റ്സ് ആണ് ഈ പദാവലി കീർത്തൻ എന്ന ഡിവോഷണൽ മ്യൂസിക് എഴുതിയേക്കുന്നത്. ഓക്കെ സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വിച്ച് ഇയർ വാസ് സെൻസസ് ആക്ട് ഇനാക്റ്റഡ് ഇൻ ഇന്ത്യ? ഓക്കെ, ഏത് ഇയറിലാണ് സെൻസസ് ആക്ട് എനാക്ട് ചെയ്തത്? ഇറ്റ്സ് ഇൻ 1948. ഏത് ഇയറിലാണ്? 1948ലാണ് സെൻസസ് ആക്ട്. ഏത് ഇയറിലാണ്? 1948ലാണ് സെൻസസ് ആക്ട് എനാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഏത് ഇയറിലാണ്? 1948ലാണ്. നമുക്ക് റിലേറ്റഡ് ഫാക്ട്സ് കൂടി നോക്കാം. റിലേറ്റഡ് ഫാക്ട്സിൽ സെൻസസ് വരുന്നത് ഏത് ലിസ്റ്റിലാണ്? അണ്ടർ യൂണിയൻ ലിസ്റ്റാണ്. നമുക്കറിയാം 3 ലിസ്റ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. ഇതിൽ നമുക്ക് സെൻസസ് ലിസ്റ്റ് ചെയ്തേക്കുന്ന ഏതിലാണ്? യൂണിയൻ ലിസ്റ്റ് ആണ്. വിച്ച് മീൻസ് സെൻട്രൽ ഗവൺമെന്റിനാണ് ഇതിന്റെ കംപ്ലീറ്റ് അതോറിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ സെൻസസ് കണ്ടക്ട് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് എന്താ അത് യൂണിയൻ ലിസ്റ്റിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, യൂണിയൻ ലിസ്റ്റ് ഏതിലാണ് വരുന്നത്? 7th ഷെഡ്യൂൾ. ഓക്കെ, 7th ഷെഡ്യൂൾ. അണ്ടർ 7th ഷെഡ്യൂളിന്റെ യൂണിയൻ ലിസ്റ്റിലാണ് ഏത് വരുന്നത്? സെൻസസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ഫസ്റ്റ് സെൻസസ് എടുത്ത ഇയർ ഏതാണ്? ഇറ്റ്സ് ഇൻ 1951. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലാണ് കേട്ടോ. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ഫസ്റ്റ് സെൻസസ് ആണ് 1951. എന്നാൽ ദ മോഡേൺ ഫസ്റ്റ് സെൻസസ് എടുക്കുന്നത്, ഇന്ത്യയുടെ ഫസ്റ്റ് സെൻസസ് എടുക്കുന്നത് 1872ലാണ് കേട്ടോ. അത് അണ്ടർ ലോർഡ് മായോ. ഓക്കെ, അണ്ടർ ലോർഡ് മായോ ആണ് നമ്മുടെ ഫസ്റ്റ് ഇന്ത്യൻ സെൻസസ് എടുക്കുന്നത്. അത് 1872ലാണ്. എന്നാൽ നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ഫസ്റ്റ് സെൻസസ് എടുക്കുന്നത് 1951ലാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സെൻസസ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് 2027ലാണ്. ഓക്കെ, നെക്സ്റ്റ് സെൻസസ് 2027ലാണ്. ആക്ച്വലി അത് 2021ലായിരുന്നു ചെയ്യേണ്ടത്, ബട്ട് അത് റീഷെഡ്യൂൾ ചെയ്യുകയുണ്ടായി. നമുക്ക് ഏറ്റവും ലാസ്റ്റ് സെൻസസ് എടുത്തത് 2011ലാണ്. ഓക്കെ, 2011ലാണ് ലാസ്റ്റ് സെൻസസ് എടുക്കുന്നത്. നമുക്കറിയാം സെൻസസ് എത്ര വർഷം കൂടുമ്പോഴാണ് എടുക്കുന്നത്? 10 ഇയേഴ്സ്. ഓക്കെ, 10 ഇയേഴ്സ് കൂടുമ്പോഴാണ് സെൻസസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കണക്ക് വെച്ച് നമുക്ക് അടുത്തത് 2021ലായിരുന്നു വരേണ്ടത്, ബട്ട് ഇറ്റ് വാസ് റീഷെഡ്യൂൾ ടു 2027. ഓക്കെ, റീഷെഡ്യൂൾ ചെയ്തേക്കുന്നത് ഇപ്പോൾ 2027ലാണ് അടുത്ത സെൻസസ് റീഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ കോൾഡ്? ഹ്യൂമൻ ബിഹേവിയറിൻ്റെ ആണ് കേട്ടോ. ഹ്യൂമൻ ബിഹേവിയറിൻ്റെ സയന്റിഫിക് സ്റ്റഡിയെ എന്തെന്നാണ് വിളിക്കുന്നത്? ഇറ്റ് സൈക്കോളജിയാണ്. ഓക്കെ, സൈക്കോളജിയാണ് എന്ത്? ഹ്യൂമൻ ബിഹേവിയറിൻ്റെ സയന്റിഫിക് സ്റ്റഡി ഏതാണ്? സൈക്കോളജിയാണ്. എന്നാൽ ഹ്യൂമൻസിൻ്റെ സയന്റിഫിക് സ്റ്റഡി, അതായത് ഹ്യൂമൻ ഒറിജിന്, നമ്മുടെ കൾച്ചർ, നമ്മുടെ കസ്റ്റംസ്, ബിലീഫ്സ്, ഇതിൻ്റെയൊക്കെ സ്റ്റഡി, അതായത് ഹ്യൂമൻസിൻ്റെ സയന്റിഫിക് സ്റ്റഡി നമ്മൾ എന്താ പറയുന്നത്? ഇറ്റ്സ് കോൾഡ് എസ് ആന്ത്രോപോളജി. ഓക്കെ, ഇത് മിക്കവാറും ചോദിക്കുന്നതാണ്. ആന്ത്രോപോളജി എന്താണ്? ഇറ്റ് സ്റ്റഡീസ് ഹ്യൂമൻ ഒറിജിൻ, കൾച്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ്, അതുപോലെ കസ്റ്റംസ് ആൻഡ് ബിലീഫ്സ് ഒക്കെ വരുന്നതാണ് ഏത്? ആന്ത്രോപോളജി. ഹ്യൂമൻ ബിഹേവിയർ വരുമ്പോൾ അത് സൈക്കോളജി. ഓക്കെ അല്ലേ? ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബയോഗ്രഫി ഓഫ് ദി ബോളിവുഡ് ആക്ടർ പ്രേം ചോപ്ര. ആരുടെ? പ്രേം ചോപ്ര. ബോളിവുഡ് ആക്ടറുള്ള പ്രേം ചോപ്രയുടെ ബയോഗ്രഫിയുടെ പേരെന്താണ്? പ്രേം നാം ഹേ മേര. എന്താണ്? പ്രേം നാം ഹേ മേര. ബയോഗ്രഫിയാണ് കേട്ടോ, ഓട്ടോബയോഗ്രഫി അല്ല, ബയോഗ്രഫിയാണ്. ആൻഡ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് അറിയാലോ. ഓട്ടോബയോഗ്രഫി എന്താണ്? തൻ്റെ ജീവിത ചരിത്രം സ്വന്തമായി എഴുതുന്നത്. ഓക്കെ, സ്വന്തമായി എഴുതുന്നതാണ് ഓട്ടോബയോഗ്രഫി. എന്നാൽ ബയോഗ്രഫി എന്ന് പറയുന്നത് വേറൊരാൾ എഴുതുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് പ്രേം ചോപ്രയുടെ ബയോഗ്രഫി ആരാണ് എഴുതിയത്? തൻ്റെ മകളായിട്ടുള്ള രാഖിത നന്ദ. ആരാണ്? രാഖിത നന്ദ. തൻ്റെ മകളായിട്ടുള്ള രാഖിത നന്ദയാണ് പ്രേം ചോപ്രയുടെ പ്രേം നാം ഹേ മേര എന്ന ബയോഗ്രഫി എഴുതുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അജി ലമു ഫോക്ക് ഡാൻസ് ഈസ് ഓഫ് വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിൻ്റെയാണ് അജി ലമു ഫോക്ക് ഡാൻസ്?
അരുണാചൽ പ്രദേശിന്റെയാണ്. ഓക്കെ, അരുണാചൽ പ്രദേശിന്റെയാണ്. നമ്മൾ ഇന്നലെയും അരുണാചൽ പ്രദേശ് പഠിച്ചു. ഏതാ? പീകോക്കിന്റെയും ലയണിന്റെ ഇടയിൽ നിന്ന് ആരും ഡാൻസ് കളിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതേതായിരുന്നു? ലയൺ ആൻഡ് പീകോക്ക് ഡാൻസ് ആരായിരുന്നു? അരുണാചൽ പ്രദേശിന്റെ ആയിരുന്നു. അതുപോലെ ഇന്ന് വന്നിരിക്കുന്നത് അജി ലമ്മു ആണ്. ഓക്കെ, അതുപോലെ എന്തെങ്കിലും കോഡ് ഓർത്തോ? ബജ്ജി കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. ഓക്കെ, അരുൺ ഡാൻസ് കളിക്കുമ്പോൾ ബജ്ജി കഴിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അജി ലമ്മു ഏത് സ്റ്റേറ്റിന്റെയാണ്? അരുണാചൽ പ്രദേശിന്റെയാണ്. ഇതും സെയിം ട്രൈബാണ് കേട്ടോ. ഇന്നലെ പഠിച്ചത് മോൻപ ട്രൈബ് തന്നെയാണ്. ഇന്നും സെയിം മോൻപ ട്രൈബാണ് ഇതും പെർഫോം ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് പെർഫോംഡ് ഡ്യൂറിങ് ലോസർ ഫെസ്റ്റിവൽ. ഏത് ഫെസ്റ്റിവലിന്റെ ടൈമിലാണ്? ലോസർ ഫെസ്റ്റിവലിന്റെ ടൈമിലാണ് അജി ലമ്മു ഫോക്ക് ഡാൻസ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ILSA പേലോഡ് അറ്റാച്ച് ടു ചന്ദ്രയാൻ 3. ILSA പേലോഡ് എന്താണ്? ILSA പേലോഡിന്റെ ഫുൾ ഫോം എന്താണ്? ഇറ്റ്സ് ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നല്ലേ? പ്രൈമറി ഫംഗ്ഷൻ ഇറ്റ്സ് എ ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി. എന്തിനാണ്? ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി. ഓക്കെ, അത് എന്തിനാണ് അപ്പോൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഏതിലാണ്? ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിലാണ് അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഇറ്റ്സ് അറ്റാച്ച് ടു റെക്കോർഡ് ദ സീസ്മിക് ആക്ടിവിറ്റീസ്. ടു റെക്കോർഡ് ദ സീസ്മിക് ആക്ടിവിറ്റീസ് ഓൺ മൂൺ. ഓക്കെ, മൂണിൽ നടക്കുന്ന സീസ്മിക് ആക്ടിവിറ്റീസ്, അതായത് എർത്ത് ക്വേക്സ് പോലെ മൂൺ ക്വേക്സ്. ഓക്കെ, മൂൺ ക്വേക്സ് ഉണ്ടാക്കും. അപ്പോൾ അതുപോലത്തെ സീസ്മിക് ആക്ടിവിറ്റീസിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്? ILSA, ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി. ഓക്കെ ഓക്കെ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി പ്രൈവറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വെർ നാഷണലൈസ്ഡ് ഇൻ ഇന്ത്യ ഇൻ 1969? നമുക്കറിയാം 1969 നാഷണലൈസേഷൻ ഒക്കെ വരുന്നത് ബാങ്ക്സിന്റെ. അപ്പോൾ എത്ര പ്രൈവറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആയിരുന്നു അന്ന് നാഷണലൈസ് ചെയ്തത്? അത് അണ്ടർ ഹൂം ആയിരുന്നു? ലീഡർഷിപ്പ് ഓഫ് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധി. ഓക്കെ, ഇന്ദിരാഗാന്ധിയുടെ അണ്ടർ ഇന്ദിരാഗാന്ധിയാണ് നമുക്ക് ഈ നാഷണലൈസേഷൻ നടക്കുന്നത്. ആൻഡ് എത്ര പ്രൈവറ്റ് ബാങ്ക്സ് ആണ് അന്ന് നാഷണലൈസ് ചെയ്തത്? 14. എത്രയാണ്? 14. ഓക്കെ, 14 മേജർ പ്രൈവറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വെർ നാഷണലൈസ്ഡ്. എന്നാണ്? ജൂലൈ 19. ഓക്കെ, ഇത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം. അപ്പോൾ എത്ര ബാങ്ക്സ് ആയിരുന്നു? 14 പ്രൈവറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആയിരുന്നു ഓൺ ജൂലൈ 19, 1969. ഡേറ്റ് എന്നാണ്? ജൂലൈ 19, 1969 ബൈ ദി ദെൻ PM ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി. ഓക്കെ, ദെൻ PM ആയിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ കീഴിലായിരുന്നു ഈ നാഷണലൈസേഷൻ നടക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ മെയിൻ കോർഡിനേറ്റിംഗ് ബോഡി പാർട്ട് ഓഫ് ഹ്യൂമൻ ബീങ്? ബോഡി പാർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി ബോഡി പാർട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബ്രെയിൻ. ഓക്കെ, ഏത് ബോഡി പാർട്ടാണ്? ഇറ്റ്സ് ബ്രെയിൻ ആണ്. അത് സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ്. ഓക്കെ, കോർഡിനേഷൻ, ബോഡിയുടെ കോർഡിനേഷൻ കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ്. ആൻഡ് സെൻട്രൽ നെർവസ് സിസ്റ്റം ഇൻക്ലൂഡ്സ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഏതൊക്കെയാണ് വരുന്നത്? ബ്രെയിനും സ്പൈനൽ കോഡുമാണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നത്. ആൻഡ് ബോഡിയുടെ കോർഡിനേഷൻ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഏതാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ്. ഓക്കെ, അതിൽ ബ്രെയിനും അതുപോലെ തന്നെ സ്പൈനൽ കോഡും ഉണ്ട്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദി ഫേമസ് ഹവാമഹൽ ഓഫ് ജയ്പൂർ ഇസ് പ്രൈമർലി ഡെഡിക്കേറ്റഡ് ടു വിച്ച് ഗോഡ്? ഏത് ഗോഡിനാണ് ഹവാമഹൽ? നമുക്കറിയാം, എന്താ? റെഡ് സ്റ്റോൺസും പിങ്ക് സ്റ്റോൺസും കൊണ്ടുണ്ടാക്കിയതാണ് ഇത് ഹവാമഹൽ വരുന്നത് ജയ്പൂരിലാണ്. ആൻഡ് അത് ഏത് ഗോഡിനാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റ്സ് ടു ലോർഡ് കൃഷ്ണ. ഓക്കെ, ഏത് ഗോഡിനാണ്? ലോർഡ് കൃഷ്ണയ്ക്കാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ പാലസ് ഓഫ് വിൻസ്. എന്താണ്? പാലസ് ഓഫ് വിൻസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? അപ്പോൾ ഹവാമഹലാണ്. ഓക്കെ, പാലസ് ഓഫ് വിൻസ്. ആൻഡ് ഇറ്റ് വാസ് ബിൽഡ് ഇൻ 1799. എന്നാണ്? 1799 ആണ് ബൈ മഹാരാജ സവായി പ്രതാപ് സിംഗ്. ആരാണ്? മഹാരാജ സവായി പ്രതാപ് സിംഗ്. ഓക്കെ, മഹാരാജ സവായി പ്രതാപ് സിംഗ് 1799 ഓക്കെ, 1799 ഇത് ഹവാമഹൽ, ജയ്പൂരിലെ ഹവാമഹൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് എ പാലസ് ഓഫ് വിൻസ്. എന്താണ്? പാലസ് ഓഫ് വിൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് 2 banks were merged into യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ April 2020? ഏപ്രിൽ 2020 ഏത് 2 ബാങ്കുകളാണ് യൂണിയൻ ബാങ്കുമായിട്ട് മെർജ് ചെയ്യുന്നത്? നമുക്ക് വീണ്ടും ബാങ്കിന്റെ മെർജിങ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വരുന്നത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് 2020 മെർജ് ചെയ്യുന്നത് ആന്ധ്ര ബാങ്ക് ആൻഡ് കോഓപ്പറേഷൻ ബാങ്ക്. ഏത് 2 ബാങ്ക്സ് ആണ്? ആന്ധ്ര ബാങ്ക് ആൻഡ് കോഓപ്പറേഷൻ ബാങ്ക്സ് ആണ്. ഇതേ സെയിം ടൈം പീരീഡിൽ മെർജായ ബാക്കി 2 ബാങ്ക്സ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് സിൻഡിക്കേറ്റ് ബാങ്ക് മെർജ് വിത്ത് കാനറ ബാങ്ക്. ഓക്കെ, 2020 തന്നെയാണ് സിൻഡിക്കേറ്റ് ബാങ്ക്. ഏതാണ്? സിൻഡിക്കേറ്റ് ബാങ്ക് മെർജ് വിത്ത് കാനറ ബാങ്ക്. കാനറ ബാങ്കുമായിട്ട് മെർജ് ചെയ്യുന്നത് അപ്പോൾ ആരാണ്? സിൻഡിക്കേറ്റ് ബാങ്ക് ആണ്. അതും 2020. അതുപോലെ അലഹബാദ് ബാങ്ക്. ഏത് ബാങ്കാണ്? അലഹബാദ് ബാങ്ക് മെർജ്ഡ് വിത്ത് ഇന്ത്യൻ ബാങ്ക് ഇൻ 2020.
ഏതൊക്കെ ബാങ്കുകളുടെ മെർജിങ് നടന്നു? ആദ്യം നമുക്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും ആദ്യം നമുക്ക് മെർജ് ചെയ്യുന്നു. ദെൻ സിൻഡിക്കേറ്റ് ബാങ്ക് മെർജ് വിത്ത് കാനറ ബാങ്ക്. സിൻഡിക്കേറ്റ് ബാങ്ക് മെർജ് വിത്ത് കാനറ ബാങ്ക് ആൻഡ് ഓൾസോ അലഹബാദ് ബാങ്ക്. ഏതാണ്? അലഹബാദ് ബാങ്ക്. അലഹബാദ് ബാങ്ക് മെർജ് വിത്ത് ഇന്ത്യൻ ബാങ്ക്. ഓക്കെ ഓക്കെ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് Which country successfully launched the satellite named Chamka-1 in September 2024? സെപ്റ്റംബർ എപ്പോഴാണ്? അപ്പോൾ സെപ്റ്റംബർ 2024 സെപ്റ്റംബർ 2024 ചംക 1 എന്ന് പറയുന്ന സാറ്റലൈറ്റ് ഏത് കൺട്രിയാണ് ലോഞ്ച് ചെയ്യുന്നത്? ഏത് കൺട്രിയാണ് ലോഞ്ച് ചെയ്യുന്നത്? ഇറ്റ്സ് ബൈ ഇറാൻ. ഓക്കെ, ഏത് കൺട്രിയാണ്? ഇറാനാണ്. ഓക്കെ, ഏത് കൺട്രിയാണ്? ഇറാനാണ് ചംക 1 സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത് ഇറാനാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് Who was the first recipient of ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്? ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നമുക്കറിയാം, ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ഹയസ്റ്റ് അവാർഡാണ് ഇത്, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ഹയസ്റ്റ് അവാർഡാണ്. ഓക്കെ, ഇന്ത്യൻ സിനിമയിലെ ഹയസ്റ്റ് അവാർഡാണ് അത്. ഫസ്റ്റ് റെസിപ്പിയൻ്റ് ആരാണ്? ദേവിക റാണിയാണ്. ഓക്കെ, ദേവിക റാണി. ആൻഡ് ഷീസ് നോൺ ആസ് ദ ഫസ്റ്റ് ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ. ഓക്കെ, ഫസ്റ്റ് ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്ന ദേവിക റാണിയാണ് ഫസ്റ്റ് റെസിപ്പിയൻ്റ് ഓഫ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ദേവിക റാണിക്ക് ഇത് റിസീവ് ചെയ്യുന്ന ഇയർ ഏതാണ്? ഇറ്റ്സ് ഇൻ 1969. ഓക്കെ, 1969 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ദേവിക റാണിക്ക് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് മോഹൻലാൽ, നമുക്കറിയാം മോഹൻലാലാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ദാദാ സാഹിബ് ഫാൽക്കെ കിട്ടിയ ഒരാളാണ് ആര്? മോഹൻലാലിന് 2024 അവാർഡ് ചെയ്തത്. ഓക്കെ, ഒരു റീസെന്റ് റെസിപ്പിയൻ്റ് ആണ് ആര്? മോഹൻലാൽ. ഓക്കെ, അപ്പോൾ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഡിഡ് സിദ്ധാർത്ഥ ഗൗതമ ആരാണ്? ഇറ്റ്സ് ബുദ്ധയാണ്. ഓക്കെ, സിദ്ധാർത്ഥ ഗൗതമ എന്നൊക്കെ പറയുന്ന ആരാണ്? ഇറ്റ്സ് ബുദ്ധയാണ്. ഓക്കെ, വൈ ഡിഡ് സിദ്ധാർത്ഥ ഗൗതമ ഡിസൈഡ് ടു റിനൗൺസ് ദ വേൾഡ്ലി ലൈഫ് ആൻഡ് ബിക്കം ആൻ അസെറ്റിക്? എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥ ഗൗതമ വേൾഡ്ലി ലൈഫിനെ റിനൗൺസ് ചെയ്തിട്ട് ഒരു അസെറ്റിക് ആയത്? എന്തുകൊണ്ടാണ്? സിദ്ധാർത്ഥ ഗൗതമ ദ ബുദ്ധ റിനൗൺസ് ദ വേൾഡ്ലി ലൈഫ് ടു സീക്ക് ദി കോസ് ഓഫ് ഹ്യൂമൻ സഫറിങ്സിൻ്റെ കോസിനെ സീക്കാനും അതുപോലെ അതിനൊരു ക്യൂർ കണ്ടുപിടിക്കാനുമായിട്ടാണ് ആര്? സിദ്ധാർത്ഥ ഗൗതമ വേൾഡ്ലി ലൈഫ് റിനൗൺസ് ചെയ്യുന്നത്. അതും ഏത് ഏജിലാണ്? അറ്റ് ദ ഏജ് ഓഫ് 29. ഓക്കെ, അറ്റ് ദ ഏജ് ഓഫ് 29. ആൻഡ് അത് 4 സൈറ്റുകൾ കണ്ടതിന് ശേഷം, 4 സൈറ്റ് എത്രയാണ്? 4 കാര്യങ്ങൾ പുള്ളിക്കാരൻ കണ്ടതിന് ശേഷമാണ് ഈ ഒരു ലൈഫ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കാം. എക്സ്പ്ലനേഷനും മറ്റുമൊക്കെ ഞാൻ ഇനി ഇത് കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിപ്പിക്കുമ്പോൾ ഞാൻ ഇടാം. ഇപ്പം നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കൊടുത്തേക്കുന്നത്. 4 സൈറ്റുകളായിരുന്നു. ഏതൊക്കെയായിരുന്നു ആ 4 സൈറ്റുകൾ? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഒരു ഓൾഡ് മാൻ, ദെൻ ഒരു സിക്ക് മാൻ, ദെൻ എ ഡെഡ് മാൻ ആൻഡ് എൻ അസെറ്റിക്. ഇത് 4 ഒരു ഓൾഡ് മാൻ, ഒരു സിക്ക് മാൻ, ഒരു ഡെഡ് മാൻ ആൻഡ് എൻ അസെറ്റിക്കിന് കണ്ടതിന് ശേഷം, അപ്പോൾ എത്ര സൈറ്റാണ്? 4 സൈറ്റുകൾ. ഈ 4 സൈറ്റുകൾ കണ്ടതിന് ശേഷമാണ് ഗൗതമ ബുദ്ധ എന്താണ് വേൾഡ്ലി ലൈഫ് റിനൗൺസ് ചെയ്യാനും അസെറ്റിക് ലൈഫ് ചൂസ് ചെയ്യാനും കാരണം. ഓക്കെ അല്ലേ? ഓക്കെ, ആൻഡ് ഈ റിനൗൺസിയേഷനെ വിളിക്കുന്നത് എന്താണ്? ഈ റിനൗൺസിയേഷൻ അറിയപ്പെടുന്നത് എന്തായിട്ടാണ്? ഇറ്റ്സ് മഹാബി നിഷ്ക്രമണയാണ് ഗൗതമ ബുദ്ധയുടെ റിനൗൺസിയേഷനെ അറിയപ്പെടുന്നത്. എന്താണ്? മഹാബി നിഷ്ക്രമണ, ദ ഗ്രേറ്റ് റിനൗൺസിയേഷൻ. ഓക്കെ, ദ ഗ്രേറ്റ് റിനൗൺസിയേഷൻ ഓഫ് ഗൗതമ ബുദ്ധ, മഹാബി നിഷ്കരണ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് വാട്ട് ഈസ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്? ആക്ച്വലി ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ല, ബട്ട് കണ്ടന്റ് സെയിം ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്? കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുഷ് ഓർ പുള്ളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കോണ്ടാക്ട് കൊടുത്തിട്ടുണ്ടാകുന്ന ഒരു ഫോഴ്സാണ്. അറ്റ് ദ സെയിം ടൈം നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റും ഇല്ലാതെ ഫോഴ്സസിനെയാണ് നമ്മൾ നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒക്കെ. ഓക്കെ, ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒക്കെ നമ്മൾ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റും ഇല്ല, അത് ഇറ്റ് ഹാപ്പൻസ് റൈറ്റ്. അതിന് നമുക്ക് ഫിസിക്കലി ഒന്നും നമ്മളതിന് ചെയ്യണ്ട. അപ്പം അങ്ങനെയുള്ള ഫോഴ്സസ് ആണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് വരുന്നത്. ആൻഡ് അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രിക് ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്. ഇതൊക്കെ നോൺ കോണ്ടാക്റ്റ് ആയിട്ടുള്ള ഫോഴ്സുകളാണ്. ഏതൊക്കെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രിക് ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്. ഇതൊക്കെ നോൺ കോണ്ടാക്ട് ഫോഴ്സസ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. ഞാൻ ഇനിയും ഷിഫ്റ്റ് അനാലിസിസ് വീഡിയോസ് ഇടുന്നതായിരിക്കും. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.